സാറേ ഇനി പഠിച്ചു തുടങ്ങിയ +1 500 മാർക്കിന്റെ മുകളിൽ കിട്ടുമോ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ +1 ഫൈനൽ എക്സാമിന് മാർച്ച് 6 തുടങ്ങുന്ന എക്സാമിന് ഇനി എങ്ങനെ നോക്കിയാലും ഒരു 40 ദിവസത്തോളേ ഉള്ളൂ. ആൻഡ് ഒരുപാട് കുട്ടികൾ ഇതുവരെയും കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. കുറച്ച് കുട്ടികൾ ജസ്റ്റ് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് മുഴുവൻ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരും അല്ലെ ഓൺ ട്രാക്ക് ആയിട്ടുള്ളത് വളരെ കുറച്ച് കുട്ടികളേ ഉള്ളൂ അല്ലേ. സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളൊരു പഠിപ്പിസ്റ്റ് ആണെങ്കിലും ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ഒക്കെ ആണെങ്കിലും എന്താണ് ഇനി അങ്ങോട്ടുള്ള ദിവസം എങ്ങനെ പ്ലാൻ ചെയ്താൽ 500 മാർക്ക് അല്ലെങ്കിൽ 520 ഔട്ട് ഓഫ് 520 തന്നെ ഇനി കിട്ടാനുള്ള വഴികളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, പറ്റുവെച്ച വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ വെക്കുക കേട്ടോ. താങ്ക് യു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫൈനൽ എക്സാമിൻ്റെ ഒരു ടൈം ടേബിൾ ഒന്ന് നോക്കാം. ഓക്കെ, ഫൈനൽ എക്സാം നമുക്ക് മാർച്ച് 6 തുടങ്ങുന്നത്. മാർച്ച് 6 എന്താണ് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ്, അതാണ് ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും എളുപ്പത്തിൽ ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ സ്കോർ ചെയ്യാനും പറ്റുന്ന സബ്ജക്റ്റാണ് എന്ത്, നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ്. നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ എടുത്ത് നോക്കിയാൽ എന്താ പറയുക, മാത്സിന് പൊട്ടിയ ആൾക്കാർക്കും ചിലപ്പോൾ എന്തുണ്ടാവും, അറബിക്കിനോ അല്ലെ ഹിന്ദിക്കോ മലയാളത്തിനൊക്കെ ഫുൾ മാർക്ക് ഉണ്ടാവാറുണ്ട്. മാർച്ച് 6 അത് തുടങ്ങുന്നത്. ആൻഡ് ഈ സബ്ജക്റ്റ് നിങ്ങൾ മാർച്ച് 3, 4, 5 തീയതികൾ മാത്രം പഠിച്ചാൽ മതി. കാരണം അത് നിങ്ങൾ ഇത് എത്ര നേരത്തെ പഠിച്ചു തീർത്താൽ ആ സമയത്ത് നിങ്ങൾ ഇതല്ലേ പഠിക്കുള്ളൂ. അപ്പം ഒന്നും പഠിക്കാത്ത കുട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കാര്യമായിട്ട് തുടങ്ങാത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 3, 4, 5 എന്ത് ചെയ്യാം, നമുക്ക് ഈ സബ്ജക്റ്റിന് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ പരീക്ഷ ഏതാ, നമ്മൾ ഇംഗ്ലീഷാണ്. മാർച്ച് 29. ഇംഗ്ലീഷിന് മുമ്പ് നമുക്ക് 26, 27, 28 എന്നുള്ള ഡേറ്റ് ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷ് കുറേ കുട്ടികൾക്ക് ഭയങ്കര ടഫാണ്. പക്ഷേ എന്നാലും നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഉണ്ടല്ലോ, ഇവിടെയൊക്കെ നമുക്ക് കുറേ 6 മുതൽ 29 വരെയുള്ള ഏകദേശം എന്തുണ്ട് 19 ദിവസം ഉണ്ടല്ലോ, അവിടെ ഒരു 10-15 മിനിറ്റൊക്കെ ഓരോ സാധനങ്ങൾ പഠിച്ച് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് നമുക്ക് തീർത്ത് വെക്കാവുന്നതാണ്. വെറുതെ ഇപ്പോഴേ ഇംഗ്ലീഷ് പഠിച്ചിട്ട് സമയം കളയണ്ട. കാര്യം മനസ്സിലായില്ലേ? 26, 27, 28 മതിയോ എന്ന് ചോദിച്ചാൽ മതി. പക്ഷേ എന്താണ്, ചില കുട്ടികൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്ര അടിപൊളിയൊന്നും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഗ്യാപ്പിലൊക്കെ ഒരു 10 മിനിറ്റ് എന്താ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുന്നത് എങ്ങനെ പഠിക്കും, വേറൊന്നിൽ എന്ത് ചെയ്യുക, ഒരു നോട്ടീസ് ഉണ്ടാക്കുന്നത് എങ്ങനെ പഠിക്കും, വേറൊന്നിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്താ ഗ്രാമർ എന്ന് വെച്ചാൽ അങ്ങനെ, വേറൊന്നിൽ സമ്മറി എന്നൊക്കെ വെച്ച് നമുക്കത് തീർക്കാം. അത് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് അവസാനം പ്ലാൻ ചെയ്യും. ഇപ്പോൾ തൽക്കാലം ഇംഗ്ലീഷ് എന്താണ് നമ്മളെ മുന്നിൽ സേഫാണ്. ക്ലിയർ അല്ലേ? അപ്പം നമുക്കുള്ളത് ബാക്കി 4 സബ്ജക്റ്റുകളാണ്. അതിൽ ഏറ്റവും വേഴ്സ്റ്റ് കേസിലും നമുക്ക് എന്ത് ചെയ്യണം, ബാക്കി സബ്ജക്റ്റുകളുടെ പരമാവധി ഈ 3-ാം തീയതിക്ക് മുന്നേ നമുക്ക് തീർക്കണം. അല്ലെങ്കിൽ മാർച്ച് 2 നമ്മൾ തീർക്കണം അല്ലേ, മാർച്ച് 2 നമ്മൾ തീർക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് മാർച്ചിൽ 2 ദിവസം ഉണ്ടാവും. ഫെബ്രുവരിയിൽ 28 ദിവസം ഉണ്ടാവും. അതേപോലെ തന്നെ ജനുവരിയിൽ ഇന്ന് 24 ഒരു 7 ദിവസം കൂടെ ഉണ്ടാവും. ഇത്രയാണ് ടോട്ടൽ ഡേയ്സ് ഉണ്ടാവുക. 28, 35, 37 ദിവസമാണുള്ളത്. ഇത് ഏറ്റവും വേഴ്സ്റ്റ് കേസ് ആട്ടോ. അതേ സ്ഥാനത്ത് ചില കുട്ടികൾ സാറേ മോഡലില്ലേ, മോഡലിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ മോഡലിൻ്റെ ഡേറ്റ് എപ്പോഴായിരുന്നടാ, മോഡൽ 17-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ 17-ാം തീയതി ഫെബ്രുവരി 16 വരെ ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ഡേറ്റ് എത്ര വരിക, ഫെബ്രുവരിയിൽ ഒരു 16 ദിവസവും അതേപോലെ തന്നെ 7, 25 ദിവസം ഉണ്ടാവും. അത് നിങ്ങൾ എത്രത്തോളം പഠിച്ചതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതേ പ്ലാനിങ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം 37 ദിവസമാണ് നമുക്ക് പരമാവധി എന്തുള്ളത് നമ്മുടെ ഫൈനൽ എക്സാമിന് മുമ്പ് ബാക്കി 4 സബ്ജക്റ്റുകൾ പഠിക്കാൻ കിട്ടുന്നത് അല്ലേ. ആ 4 സബ്ജക്റ്റുകളിൽ നമുക്കുള്ള എത്ര ടോപ്പിക് ഉണ്ട് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ 14, 28, 56 ചാപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ അത് ബയോളജി സയൻസുകാരെ സംബന്ധിച്ച്. അപ്പോൾ CS കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു നല്ല അഡ്വാൻറ്റേജ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ 6-ാം തീയതി പരീക്ഷ കഴിഞ്ഞിട്ട് മാർച്ച് 11 അഥവാ 4 ദിവസം നിങ്ങൾക്ക് CS പഠിക്കാനുള്ള സമയമുണ്ട്. ആ 4 ദിവസം ധാരാളമാണ്. നിങ്ങൾ ജസീം സാറെ CS ക്ലാസ്സാണ് കാണുന്നതെങ്കിൽ 4 ദിവസം തന്നെ വേണ്ട എന്നാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് എന്താ, CS നമ്മൾ എന്ത് ചെയ്യും, 6-ാം തീയതി മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങും. ആൻഡ് ആ 4 days is more than enough for CS. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, CS കട്ടാണ്. കമ്പ്യൂട്ടർ സയൻസുകാരെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ബയോളജീനെ കുറിച്ച് ആലോചിക്കേണ്ട. നിങ്ങൾക്ക് ആകെയുള്ള സബ്ജക്റ്റ് 14, 9, 23, 14 എത്രടാ, 56, 19 വെച്ചാൽ 46, 37 കറക്റ്റാ. 23, 14, 37 ചാപ്റ്റേഴ്സാണ്. അപ്പോൾ 37 ചാപ്റ്റേഴ്സ് 37 ദിവസം എന്ന് ആലോചിക്കുമ്പോൾ എന്താ, 37 ചാപ്റ്റർ 37 ദിവസം എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി മുതൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് രാവിലെ എഴുന്നേൽക്കുക, ഏത് ചാപ്റ്ററാണ് പഠിക്കാൻ നോക്കുക, ഏത് ചാപ്റ്ററാണ് പഠിക്കേണ്ടതെന്ന് ഏതെങ്കിലും ഇഷ്ടമുള്ള ചാപ്റ്റർ എടുക്കുക,
അത് പഠിക്കുക എന്നുള്ളതാണ്. എങ്ങനെ പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞു കേട്ടോ. അത് ഡെയിലി ഒരു ചാപ്റ്റർ വെച്ച് തീർത്താൽ നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റേഴ്സും തീർക്കാൻ പറ്റും. ഇനിയിപ്പോൾ ചില കുട്ടികൾ സാറേ മോഡൽ എക്സാമിന് മോഡൽ എക്സാമിൻ്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫുള്ള് പഠിച്ചു കഴിഞ്ഞ കുട്ടിക്ക് മോഡൽ എക്സാം എഴുതി നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു റിവിഷനൊക്കെ ആക്കാൻ പറ്റും. പക്ഷെ പഠിച്ചു തീരാത്ത കുട്ടികൾ മോഡൽ എക്സാമിന് പഠിച്ചാൽ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ഓണത്തിനൊക്കെ പഠിച്ചില്ല, എന്നിട്ട് വല്ല ചാപ്റ്ററും കാര്യമായിട്ട് അറിയോ? അപ്പം അതേപോലെ ആവാനുള്ള ചാൻസ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ കുട്ടികളോടും കൊണ്ട് കേട്ടോ, മോഡൽ എക്സാം വരെ നിങ്ങൾ ഡെയിലി ഒരു ചാപ്റ്റർ 2 ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, അത് അതേപോലെ പഠിക്കുക. ഈ മോഡൽ എക്സാമിൻ്റെ ആ 5 ദിവസം എന്ത് ചെയ്താൽ മതി, ആ 5 ദിവസം ആ ചാപ്റ്ററിന് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുക. അതായത് മോഡൽ എക്സാമിന് മുന്നേ നിങ്ങൾ ഫിസിക്സിൽ 5 ചാപ്റ്ററാണ് പഠിച്ചതെങ്കിൽ മോഡൽ എക്സാമിൻ്റെ പരീക്ഷയ്ക്ക് ആ 5 ചാപ്റ്ററിന് ഫുൾ മാർക്ക് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ഉറപ്പിച്ചാൽ മതി. ബാക്കി 9 ചാപ്റ്റർ പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ബാക്കി 9 ചാപ്റ്റർ 0 കിട്ടിയാലും കുഴപ്പമില്ല. കാരണം മോഡൽ എക്സാമിൻ്റെ മാർക്കൊന്നും ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അമ്മാതിരി ടെൻഷനിലേക്ക് ചില സ്കൂളുകളിലൊന്നും എന്ത് ചെയ്യില്ല, ആൻസർ ഷീറ്റ് വാങ്ങാൻ പോലും കുട്ടികൾ പോകാറില്ല. മനസ്സിലായില്ല? അപ്പം അതായിരിക്കണം. അതായത് ഇത്രയേ ഉള്ളൂ. +1 എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ട് നിങ്ങളോട് ഒരു കുട്ടിയും ചോദിക്കൂല മോഡൽ എക്സാമിന് എത്ര മാർക്ക് ഉണ്ടായിരുന്നു. +1 എക്സാമിന് മാർക്ക് പറഞ്ഞാൽ അത് അത്രയേ ഉള്ളൂ അല്ലേ. എനിക്ക് +1 70% ഉള്ളൂ, പക്ഷേ മോഡൽ എക്സാമിന് എനിക്ക് 85 ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അപ്പം അതായിരിക്കണം എന്ത് നിങ്ങളുടെ ലോജിക്ക്. ഇവിടെ മോഡൽ എക്സാമിന് നമുക്ക് ഒരു തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ 5 ദിവസം പോകുന്നുണ്ട്. ആ 5 ദിവസം നിങ്ങൾ പ്രത്യേകം പരിഗണന കിട്ടും. അതായത് നിങ്ങൾക്ക് ശരിക്ക് 37 ദിവസവും 37 ചാപ്റ്ററും അല്ല, 32 ദിവസമല്ല. മോഡൽ എക്സാമിൻ്റെ അന്ന് പുതിയ ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കാനാവില്ല. അതെന്ത് ചെയ്താൽ മതി, ചില വീക്കെൻഡുകളിലൊക്കെ 2 ചാപ്റ്റർ വെച്ച് പഠിച്ചാൽ മതി. ഇനി അങ്ങോട്ടുള്ള എല്ലാ ഞായറാഴ്ചയും 2 ചാപ്റ്റർ വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർക്കാൻ പറ്റും. എല്ലാ ദിവസവും ഓരോ ചാപ്റ്റർ, ഞായറാഴ്ചകളിൽ 2 ചാപ്റ്റർ പഠിച്ച് തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എങ്ങനെ പഠിക്കണം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം CSIR കേസിൽ സമാധാനമല്ലോ. ഇനി ബയോ സയൻസ് വരെ കുറച്ചും കൂടെ നമുക്ക് പ്ലാൻ ചെയ്യേണ്ടത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 56 ചാപ്റ്ററും നിങ്ങൾക്കുള്ളത് 32 ദിവസമാണ്. എങ്ങനെ നോക്കിയാലും ഒരു ദിവസം ഇങ്ങനെ തീർക്കാനാവില്ല. പക്ഷേ അവിടെയാണ് ഇത് വേഴ്സ്റ്റ് കേസിൽ കേട്ടോ, വേഴ്സ്റ്റ് കേസിൽ. ഇനി ഇതിൻ്റെ ബെസ്റ്റ് കേസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കിയാൽ മാത്സ് സെറ്റ് അറിയാത്ത കുട്ടികളൊന്നും കാര്യമായിട്ടുണ്ടാവില്ല. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസും കുറേ അറിയായിരിക്കും. ലീനിയർ ഇൻഇക്വാളിറ്റി അതൊക്കെ അറിയാവുന്ന ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ചാപ്റ്റേഴ്സ് ആയിരിക്കും. അങ്ങനെയുള്ള ചാപ്റ്റർ എന്ത് ചെയ്യുക, നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തുറന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ചാപ്റ്റേഴ്സ്, ഇപ്പോൾ ലിവിങ് വേൾഡ്, അതേപോലെ തന്നെ റെസ്പിറേഷൻ, കുറേ ചാപ്റ്റേഴ്സ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ചാപ്റ്റേഴ്സൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാവും. ഇതിൽ നിന്ന് എത്ര ചാപ്റ്റർ കുറക്കാൻ പറ്റും നോക്കാം അറിയുന്നത്. കാരണം ആ അറിയുന്ന ഇപ്പോൾ സെറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇനി മോഡൽ എക്സാമിന് മുമ്പ് ഒരിക്കലും മാരത്തോണിൽ പഠിക്കും, പിന്നെ മോഡൽ എക്സാമിന് ശേഷം മാത്സിൻ്റെ സ്റ്റഡി ലീവിലൊക്കെ അത് പഠിക്കും. അത് ആ സമയത്ത് പഠിച്ചാൽ ഇനി പുതുതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഓരോ ദിവസം പഠിക്കുന്ന ലിസ്റ്റിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത്. ഇപ്പം ശരിക്കും ഈ 56 ചില കുട്ടികൾക്കൊക്കെ 36, 25 ആവും. അങ്ങനെയാണ് നിങ്ങൾ സേഫാണ്. 32 ദിവസം കൊണ്ട് ആ ചാപ്റ്റർ തീർക്കാം. ഇനി ഒന്നും ഇതുവരെ പഠിച്ചിട്ടില്ല സാർ എന്ന് അവർക്ക് വേണ്ടിയാണ് ഞാനിനി പറയുന്നത്. പക്ഷേ ഇതേപോലെ എന്ത് ചെയ്യുക, 36 ചാപ്റ്റർ ഉള്ളവരൊക്കെ പ്ലാൻ ചെയ്യാം. ഒന്നും പഠിക്കാത്ത കുട്ടിക്ക് 56 ചാപ്റ്റർ 32 ദിവസം കൊണ്ട് തീരല. പകരം നിങ്ങൾക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ഇല്ല. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ മാർച്ച് 6-ാം തീയതിത്തെ പരീക്ഷ കഴിഞ്ഞാൽ 15-ാം തീയതി കെമിസ്ട്രിയാണ് നിങ്ങൾക്ക്. അതായത് ഓൾമോസ്റ്റ് 8 ദിവസത്തെ സ്റ്റഡി ലീവ് ഉണ്ട്. ഒരു തേഴ്സ്ഡേ പരീക്ഷ കഴിഞ്ഞാൽ അടുത്ത തേഴ്സ്ഡേ കഴിഞ്ഞിട്ട് ശനിയാഴ്ചയാണ് എന്തുള്ളത് നിങ്ങൾക്ക് പരീക്ഷ ഉള്ളത്. 8 ദിവസം കൊണ്ട് കെമിസ്ട്രി 9 ചാപ്റ്റർ നിങ്ങൾക്ക് തീർക്കാം. 8 ദിവസം കൊണ്ട് കെമിസ്ട്രി 9 ചാപ്റ്ററും തീർക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, മോഡൽ എക്സാമിന് ചുമ്മാ ലൈവും കണ്ടുപോയാൽ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ആ മാർക്ക് മാത്രം ഇപ്പോൾ കെമിസ്ട്രിയിൽ വാങ്ങാം. കെമിസ്ട്രി തൊടണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെയാണ് കെമിസ്ട്രി അങ്ങ് വെട്ടാം. അപ്പം 9 ചാപ്റ്റർ ഇവിടുന്ന് പോയി. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി കഴിഞ്ഞാൽ ബയോളജിക്ക് വീണ്ടും 4 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. ആ 4 ദിവസം നിങ്ങൾക്ക് ഒരു 6 ചാപ്റ്റർക്ക്, ഒരു ദിവസം 1.5 ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് പഠിക്കാനും പറ്റും, ബാക്കി പഠിച്ചത് റിവൈസ് ചെയ്യാനും പറ്റും അല്ലേ. ശരിയല്ലേ? അപ്പോൾ ബയോളജിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബയോളജിയിൽ നിന്ന് നമുക്ക് ഒരു -6 കൊടുക്കാം. ബയോളജി ഒരു -6 കൊടുക്കാം. പിന്നെ ഇതിനുള്ളത് ബയോളജി കഴിഞ്ഞ ഉടനെ ഫിസിക്സ് ആണ്. ഫിസിക്സ് മുഴുവൻ പഠിച്ചു തീർക്കേണ്ടി വരും. ഫിസിക്സ് കഴിഞ്ഞാൽ ഉടനെ മാത്സും പഠിച്ചു തീർക്കേണ്ടി വരും. ഓക്കെ, അപ്പം നമ്മുടെ ലിസ്റ്റിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഫിസിക്സിലെ 14 ചാപ്റ്റർ ഉണ്ട്, കെമിസ്ട്രി ഒറ്റയില്ല, മാത്സിലെ 14 ചാപ്റ്റർ ഉണ്ട്, ബയോളജിയിൽ നിന്നും 19 ഒരു 6 കുറച്ചാൽ 13 ചാപ്റ്റർ. അപ്പോൾ 28ഉം 13ഉം 41 ചാപ്റ്ററായി കുറഞ്ഞു. എത്ര? 32 ദിവസം. ബയോളജിയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുമായിരിക്കും കേട്ടോ. ബയോളജി ചിലപ്പോൾ കൂടുതൽ പഠിക്കാൻ അങ്ങനെയാണെങ്കിൽ അത് വീണ്ടും കുറയും. ഇനി നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്ററിൻ്റെ പിന്നെയും കുറയും. അവിടെ എന്ത് ചെയ്യുക, ഡെയിലി എല്ലാ ദിവസവും നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഓരോ ചാപ്റ്റർ പഠിക്കുക. ശനിയും ഞായറും സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ 2 ചാപ്റ്റർ വെച്ച് പഠിക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കും ഈ 41 തീർക്കാൻ പറ്റും. ആകെ ചെയ്യേണ്ടത് നിങ്ങൾ പഠിക്കണം എന്ന് മാത്രം. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്,
ഒരു പ്ലാൻ വന്നില്ല. അപ്പോൾ ഏത് ചാപ്റ്റർ ഇതിലെ ബെസ്റ്റ് സാധനം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതാണ്. ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് പിന്നെ ഒന്നും നോക്കണ്ട. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഏത് ചാപ്റ്റർ പഠിക്കണം, അതെടുക്കുക, പഠിക്കുക, അതിൻ്റെ ക്വസ്റ്റ്യൻസും എല്ലാ സാധനം അവിടെ ഉണ്ടാവും. വേറൊന്നും നിങ്ങൾ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, വൺ ഷോട്ട്. ഇവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. നിലവിലുള്ള ഒരു വൺ ഷോട്ടും എന്തല്ല മാറിയ പാറ്റേൺ ഉതകുന്നതല്ല. ഞാൻ എടുത്ത ക്ലാസ് അടക്കം ആണ് ഞാൻ പറയുന്നത്. അത് പുതുതായിട്ട് നമ്മൾ ഇടുന്ന ലൈവുകളിലേ ഉണ്ടാവുള്ളൂ. അതിലൊരു കാര്യമുണ്ട്, നമ്മളെന്താണ് ലൈവ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് മുതൽ ലൈവ് ഉണ്ട് എല്ലാ ദിവസവും രാത്രി. ആ ലൈവ് എന്താണെന്ന് നോക്കി അത് നിങ്ങൾ ഓരോ ദിവസത്തെ പ്ലാൻ ആക്കിയാൽ മതി. വൺ ഷോട്ട് കാണുക, എന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2012 മുതൽ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചിരിക്കണം. 2012 മുതൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യണം. കാരണം 2022 ശേഷമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ വളരെ എളുപ്പമാണ്. അതല്ല ചോദിക്കുന്നത്, 20 മുന്നേ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്, കോവിഡിന് മുന്നേ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് ചെയ്യണം. ഇത് രണ്ടും ചെയ്യാതെ നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചു എന്ന് പറയുന്നതിൽ കാര്യമില്ല. വീഡിയോ കണ്ടിട്ടും കാര്യമില്ല, വീഡിയോ മാത്രം കണ്ടിട്ട് കാര്യമില്ല, PYQ ചെയ്യണം. ഇനി വീഡിയോ കാണാതെ PYQ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അരമണിക്കൂർ, ഒരു ഹാഫ് ആൻ അവർ എന്ത് ചെയ്യണം, നിങ്ങൾ റിവിഷന് കൊടുക്കണം. അത് നിർബന്ധമാണ്. ഹാഫ് ആൻ അവർ നിങ്ങൾ റിവിഷന് കൊടുക്കണം. അത് 100% നിർബന്ധമാണ്. മനസ്സിലായോ? അതായത് അരമണിക്കൂർ റിവിഷന് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് പഠിക്കും, ഒരു സൈഡിൽ നിന്ന് മറക്കും. റിവിഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനൊരു പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഡെയിലി 1 മണിക്കൂർ വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മക്കളെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇങ്ങനെ എത്തിയ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. എനിക്ക് ഡയറക്റ്റ് അനുഭവം ഉള്ളത് അതൊന്നും രണ്ടും എന്നല്ല, 100 മുതൽ 1000 വരെ കുട്ടികൾ ഞാനുമായിട്ട് പേഴ്സണലി സംസാരിച്ചിട്ട് സാറേ സ്റ്റഡി പ്ലാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ആ കോൺഫിഡൻസിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ധൈര്യപൂർവ്വം നിങ്ങളിത് ഫോളോ ചെയ്തിട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ആശ്വാസമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ബാക്കി ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, വാട്സപ്പ് സ്റ്റാറ്റസും വെക്കുക. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളെ കമൻറ്റ് നിങ്ങൾ പറയുകയും ചെയ്യാം. ഓക്കെ, അപ്പം